മോളെ മോളെ ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്കാരെയും കാണണ്ട. ഒരു സഹായവും ചോദിച്ചാൽ ചെയ്യാത്തവരല്ലവരും. ആരെയും എനിക്ക് കാണണ്ട. എല്ലാരും പോയിക്കോ. പോവാൻ സാറേ, എന്റെ മോളെ കൊന്നവനെ പിടിക്കണം സാറേ. ആരെയും വെറുതെ വിടരുത്. അവരെല്ലാവരും കൊല്ലണം സാറേ. കൊല്ലണം സാറേ. എല്ലാത്തിനെയും കൊല്ലണം സാറേ. മോളെ ഞാനത് ചെയ്തിട്ടില്ല സാറ്. ഞാൻ നിരപരാധിയാണ്. ബലാത്സംഗം ചെയ്ത പോരാഞ്ഞിട്ട് അമ്മയാണ് സാറേ. ഞാനത് ചെയ്തിട്ട് ലോക്കപ്പിലൊക്കെ ഇട്. സർ, ആ സാക്ഷി വന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. എന്താ തന്റെ പേര്? രതീഷ്. താൻ എന്തിനാ ഇന്നലെ അവിടെ പോയത്? ശ്രീദേവിയുടെ വീടിന്റെ തൊട്ടടുത്ത വീട് എൻ്റെ സാറേ. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ കണ്ടതാ. എന്താ താൻ കണ്ടത്? ഇന്നലെ അറസ്റ്റ് ചെയ്ത പയ്യൻ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ വരുന്നതും അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നതും കണ്ടു സാർ. അതിനുശേഷം അവിടെ ആരും വന്നിട്ടില്ല സാർ. അത് തനിക്കെങ്ങനെ അറിയാം? ആ പയ്യൻ പോയി 15 മിനിറ്റിനകം ആ കുട്ടിയുടെ അമ്മയും അനിയത്തിയും അവിടെ വന്നു. ആ സമയം വരെ വീടിന് പുറത്ത് ഞാനുണ്ടായിരുന്നു. അവർ വീടിനുള്ളിൽ കയറി കരയുന്നത് കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. ചെന്നപ്പോ എന്താ താൻ കണ്ടത്? ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്രീദേവിയാണ് സാറേ കണ്ടത്. അപ്പൊ താൻ എന്ത് ചെയ്തു? അടുത്തുള്ള വീട്ടിലെ 1-2 പേർ കൂടി ഓടി വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സാർ. ഇയാളുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് സർ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഓരോ ഭാര്യയിലും ഊരിയെടുക്കും ഞാൻ. പറയണ സത്യം. ഞാനത് ചെയ്തിട്ടില്ല സാറേ. സാർ, ഈ പയ്യന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. അമ്മാരോട് എന്റെ റൂമിലേക്ക് വരാൻ പറ. ശരി സാർ. നിനക്ക് ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞോ? സാർ, വരൂ വരൂ. എൻ്റെ പൊന്നു മക്കളെ, സത്യം സത്യമായി പറഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഞാൻ പുഷ്പം പോലെ നിങ്ങളെ ഊരിത്തരാം. ഏത് കൊലകൊമ്പൻ ജഡ്ജി വിചാരിച്ചാലും ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മാസറ എഴുതിക്കോളാം. ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. രാഹുൽ നിരപരാധിയാണ് സാർ. അവനൊരു ഉറുമ്പിനെ പോലും കൊല്ലൂല സാർ. മര്യാദക്ക് ചോദിച്ചാൽ നീ ഒന്നും പറയില്ല അല്ലടാ. എടോ, ഇവന്മാരെ നമ്മുടെ VIP റൂമിലേക്ക് കൊണ്ടുപോകും. സാർ, ചെല്ലടാ. അതെ
സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സാർ ആ അഡ്വക്കേറ്റിനെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ. ആ റിപ്പോർട്ട് ഇങ്ങ് വാങ്ങി തന്നാൽ മതി. ഇവന്മാരുടെ തലയിൽ തന്നെ കേസ് ചെയ്യാൻ കെട്ടി. സാറ് മൂന്നാറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി 2 എണ്ണം വീശി ഒരു സെറ്റപ്പ് റെഡിയാക്കി കിടന്നോ. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നേ. ഓക്കെ, ആ ധൈര്യമായിട്ടിരിക്കേ. ബായ് ബൈ. ഓക്കെ. നിങ്ങൾ സത്യം പറയില്ല അല്ലടാ? മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ കുറ്റം സമ്മതിപ്പിക്കും. ഞങ്ങൾക്ക് അറിയില്ല സാറേ. നിങ്ങൾക്കൊന്നും അറിയില്ല. കഴിവുള്ള മോനെ പോണം. എന്താണോ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് തുറന്നു പറയേ, അല്ലെങ്കിൽ ആ ചെക്കൻ അയാളെ തല്ലിക്കൊല്ലൂ. എടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ കുറ്റേറ്റില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്ന് കൊക്കയിലെറിയും ഞാൻ. സാർ പ്ലീസ്, അവനൊന്നും ചെയ്യരുത് സാർ. അവനെ കൊല്ലരുത് സാർ. ഞങ്ങൾ കുറ്റം പറ്റോളാം സാർ. ഇവരുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്നു. ശരി സാർ. വാടാ. ഹാ, വരണം പാവങ്ങളുടെ വക്കീൽ സാറേ, വരണം. ഇരിക്കണം. എന്താ വിശേഷിച്ച്? ശ്രീദേവി കൊലക്കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തല്ലോ. അവരുടെ വിവരങ്ങൾ അറിയാൻ ഞാൻ വന്നതാണ്. ഇത് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന രേവതി. വക്കീലിന് വേറെ പണിയൊന്നുമില്ലേ? ആയ കാലത്ത് 4 കാശുണ്ടാക്കുന്നതിന് പകരം ജനസേവനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. വക്കീലേ, ആ പിള്ളേർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വക്കീലിന് പോകാം. എന്താ താൻ പറഞ്ഞത്? പാവങ്ങളുടെ വക്കീലെന്നോ? അതേടോ, പാവങ്ങളുടെ വക്കീൽ തന്നെയാ. പണം തന്നാൽ ഏത് ചെറ്റയ്ക്കും വീടുപണി ചെയ്യുന്ന തന്നേക്കാൾ ഏത് അളവുകോൽ കൊണ്ട് തൂക്കിയാലും ഒരു പടി മുന്നിൽ ഈ പാവങ്ങളുടെ വക്കീൽ തന്നെയാണോ. പിന്നെ കാശുണ്ടാക്കാൻ കൂട്ടിക്കൊടുത്താലും കാശുണ്ടാവൂടോ. താൻ ചെയ്യുന്ന ഈ പണിയേക്കാൾ നല്ലത് ആ